യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക സന്ദേശം ശ്രദ്ധിക്കുവാൻ, കേൾക്കുവാൻ, ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ പോഷ്ക്ക് പറയുന്നതിൻ്റെ അപകടമാണ് നമ്മൾ ചിന്തിച്ചത്. പ്രത്യേകിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതു മനുഷ്യനെ ധരിച്ചതായ ഒരു വ്യക്തി, അവൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ളത് റോമാലേഖന 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു പുതിയ മനുഷ്യനായി തീരുക എന്ന് പറയുന്നത് ഒരു പുതിയ സ്വഭാവത്തിന് ഉടമയായി തീരുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം രൂപാന്തരപ്പെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിയും വ്യാജം പറയരുത്, അവൻ ഭോഷ്ക് പറയരുത്. അങ്ങനെ പറയുമ്പോൾ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ്. ഒരാൾ പറയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാണ്, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ സഭായോഗങ്ങൾക്കും പള്ളിയിലൊക്കെ ഞാൻ പോകുന്ന വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി തൻ്റെ പഴയ മനുഷ്യൻ്റെ ആ സ്വഭാവങ്ങളെ വിടാതെ സൂക്ഷിച്ചാൽ ആ വ്യക്തിയിൽ എപ്പോഴും വരുന്നത് പിശാചായിരിക്കും. കാരണം അവൻ അങ്ങനെയുള്ള വാതിലുകൾ പിശാചിന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പിശാചിന്റെ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും പാസ്റ്റർമാരെയോ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട്, അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, വല്ലാത്ത പ്രശ്നങ്ങളാ, വല്ലാത്ത പ്രയാസങ്ങളാ. പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സാത്താന്യ ഉപദ്രവങ്ങളിൽ നമ്മൾ വിടുത പ്രാപിക്കണമെങ്കിൽ സാത്താന് തുറന്നു കൊടുത്ത വാതിലുകളൊക്കെ നമ്മൾ അടച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് തന്നെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണം, തമ്മിൽ തമ്മിൽ സത്യം സംസാരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്നതായ മാറ്റം വലുതാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വാക്യം 26 കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഭോഷ്കിനെ കുറിച്ച് പറഞ്ഞ ശേഷം രണ്ടാമത് പറയുന്നതായ നമ്മളിൽ മുറുകെ പറ്റുവാൻ സാധ്യതയുള്ളതായ പഴയ മനുഷ്യൻ്റെതായ ആ സ്വഭാവങ്ങൾ പുതിയ മനുഷ്യന്റെ ജീവിതത്തിലേക്കും വരാൻ സാധ്യതയുള്ളതായ, നുഴഞ്ഞു കയറി വരാൻ സാധ്യതയുള്ളതായ, നമ്മെ പിടിച്ചു നിർത്തുവാൻ സാധ്യതയുള്ളതായ മറ്റൊരു സ്വഭാവം കോപം. എബ്രായ ലേഖനത്തിൽ നമ്മൾ മുറുകെ പറ്റുന്ന പാപം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കാണുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണ്. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്നത് ഈ പാപങ്ങൾ തന്നെയാണ്. ഈ ഭോഷ്കാണ്, ഈ കോപമാണ്. അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പാപ സ്വഭാവങ്ങളാണ്. അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ പോലും ഇത് കടന്നു വരാം എന്നുള്ളതായ വളരെ വ്യക്തമായ സൂചന അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മനുഷ്യ സഹജമെന്ന് പറയാറുണ്ട്, ബലഹീനത എന്ന് പറയാറുണ്ട്. ചില ആളുകൾ പറയുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ ഭോഷ്ക് പറയുമ്പോഴും അല്ലെങ്കിൽ കോപിക്കുമ്പോഴും ഐ ആം എൻജോയിങ് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമാണ് എന്നുള്ളതായ സത്യം വളരെ അടിവരയിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് കോപിച്ചാൽ സംഭവിക്കുന്നത്? ചില ആളുകൾ കോപം അവർ വളരെ മഹത്വവൽക്കരിക്കാറുണ്ട്. എൻ്റെ വല്യപ്പന് കോപമുണ്ടായിരുന്നു, എൻ്റെ അപ്പനും കോപമുണ്ടായിരുന്നു, അതേ കോപം എനിക്കുമുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരായ ആളുകളുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായതായ കാര്യമായി ഈ കോപം നമ്മുടെ ജീവിതത്തിൽ മാറിയാൽ അത് നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്നതായ പ്രശ്നം, അതിൻ്റെ ആഴം വളരെ വലുതായിരിക്കും. ഈ ഒരു സൂചന അല്ലെങ്കിൽ ഈ ഒരു അപകട സൂചന നമ്മൾ മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാൻ, ചിന്തിക്കുവാൻ. നമ്മൾ ഈ വാക്യത്തിൽ വായിച്ചു, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ കോപം മനുഷ്യ സഹജമാണ് എന്നുള്ളതായ വസ്തുത പൗലോസ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കോപിച്ചാൽ ആ കോപം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുവോളം എന്നുള്ളതാണ് ഇവിടെ പറയുന്നതായ ഒരു സമയപരിധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാം കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ കോപം സംഗ്രഹിച്ച് ഉറങ്ങാൻ പാടില്ല. നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ വളരെ പ്രസന്നവതരായി എഴുന്നേറ്റ് വരണം.
ഒരു മനുഷ്യനോട് കോപം ഉണ്ടാകാതെ ഉള്ളതായ ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ കടന്നു വരണം. യാക്കോബ് അപ്പോസ്തലൻ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ കാര്യം യാക്കോബ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന് നീതിയെ പ്രവർത്തിക്കുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. മനുഷ്യന്റെ കോപം ദൈവത്തിന് നീതിയെ പ്രവർത്തിക്കുന്നില്ല. വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിന് നീതി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഒരു രോഗസൗഖ്യമാകുന്നതാകട്ടെ, ഒരു ഫൈനാൻഷ്യൽ മിറക്കിൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾ ഉണ്ടാകുന്നതായാലും ദൈവത്തിന് നീതിയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്. എന്താണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്? നമ്മെ ദൈവം കണ്ടിട്ട് നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന് നീതി എന്ന് പറയുന്നത്. പക്ഷേ കോപിച്ചാൽ ദൈവത്തിന് നീതിക്ക് ഒരിക്കലും അത് കാരണമാവുകയില്ല. കോപം ദൈവനീതിയെ കൊണ്ടുവരികയില്ല. പകരം നാം എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. ആദ്യം തന്നെ ഈ യാക്കോബ് പുസ്തകം പറയുന്നുണ്ടല്ലോ, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേഗത വേണം, എന്നാൽ പറവാൻ താമസം വേണം. അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ താമസം വേണം കോപിക്കുവാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറയുന്നത് കോപത്തോടെ അല്ല പറയേണ്ടത്, പറയുന്നത് സൗമ്യതയോടുകൂടെ പറയണം. അതേപോലെ തന്നെ കോപത്തിന് നമ്മൾ താമസം കൊടുക്കണം. ഈ കോപത്തിന് താമസം കൊടുക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താ, അല്ലെങ്കിൽ അതിന്റെ ചിന്ത എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു കോപം ജ്വലിച്ചാൽ, അല്ലെങ്കിൽ ഒരു കോപത്തിന്റെ ഒരു അംശം കയറി വന്നാൽ ഞാനൊന്ന് അടങ്ങി നോക്കാറുണ്ട്, അല്പസമയം വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കാണുന്ന കാര്യം, അങ്ങനെ ഞാൻ കോപത്തിന് താമസം വരുത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാനിടയായി തീരും. എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയും, നോ, നീ അല്ല അത് ചെയ്യേണ്ടത്, ഞാനാണ് അത് ചെയ്യാൻ പോകുന്നത്, ഞാൻ ക്രമീകരിച്ചോളാം, നീ ഇതിനകത്ത് മുൻകൈ എടുക്കണ്ട, നീ എൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം, ഞാൻ ഈ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാം, അവരുടെ സ്വഭാവ രീതികളെ ഞാൻ പരിഷ്കരിക്കാം എന്നുള്ളതായ ചില ആത്മീയ ദൂതുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കോപത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന വാക്കുകൾ പറയത്തില്ല. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ ഇടം കൊടുക്കാതെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ കോപം അനേകരെ നശിപ്പിക്കും. നമ്മുടെ കോപം നമ്മുടെ സഭയെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സകലതിനെ നശിപ്പിച്ചു കളയും. ചില ആളുകളുടെ പ്രത്യേകതയാണല്ലോ, പെട്ടെന്ന് ഒരു വികാരം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വികാര വിക്ഷോഭം വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ സംസാരിച്ചു തീർക്കുക. ഇത് ഉണ്ടാക്കുന്നതായ മുറിവും ഇതുണ്ടാക്കുന്നതായ പ്രശ്നവും എത്ര വലുതാണെന്നറിയാമോ? അതേസമയം തന്നെ അല്പസമയം കാത്തിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഇടപെടുവാൻ സമയം കൊടുത്ത് എന്ത് നീ സംസാരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ സംസാരിക്കുവാൻ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നടത്തുകയാണെങ്കിൽ നീ പറയുന്ന വാക്കുകൾ ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ കൃപയോടുകൂടിയുള്ള വാക്കായിരിക്കും. ഉപ്പിനാൽ രുചി വരുത്തിയതായ വാക്കുകളായിരിക്കും നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കോപം ഒരിക്കലും ദൈവനീതിയെ നിവർത്തിക്കില്ല. സങ്കീർത്തനം 37:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകെയുള്ളൂ. സദൃശ്യവാക്യം 15-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് കോപിക്കുകയാണെങ്കിൽ അവരോട് നമ്മൾ മൃദുവായ ഉത്തരം പറയണം. നമ്മൾ കഠിനമായി സംസാരിച്ചാൽ ആ കോപം കൂടുവാനേ ഇടയാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു 90% സാധ്യതയുള്ള ഒന്നാണ് ഈ കോപം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ കോപം വരുമ്പോൾ താമസം കൊടുക്കുക, ഉത്തരം പറയുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനും താമസം വരുത്തുക. പക്ഷേ കോപത്തിന് കൊടുക്കുന്ന താമസമായിരിക്കരുത് നമ്മൾ മറുപടി പറയാൻ കൊടുക്കുന്നത്. മറുപടി നമ്മൾ പറയണം, പക്ഷേ കോപത്തിന് നമ്മൾ കൂടുതൽ താമസം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുകയും എന്ത് സംസാരിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയും ചെയ്യും.
വിശുദ്ധ ബൈബിളിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ കാലത്ത് നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ എന്തു പറയണമെന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. മനുഷ്യർക്ക് ആർക്കും പ്രതിവാദമോ മറുവാക്കോ പറയുവാൻ കഴിയാത്തതായ വാക്കും ഭാഷണവും അന്ന് ഞാൻ നിങ്ങളുടെ നാവിൽ തരും. നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് പോലും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിന് നമുക്ക് വേണ്ടതായ ആ ഒരു കമാൻഡ് തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ വസിക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവിക സന്ദേശമാണിത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതായ ആ വലിയ ആത്മീയ സത്യം ഞങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ ആരെങ്കിലും ഇപ്രകാരമുള്ള മുൻകോപങ്ങളാലോ ഇപ്രകാരമുള്ള കോപത്തിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളിലോ അവർ പ്രശ്നമാക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു വലിയൊരു ദൈവിക വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലോ ഏതെങ്കിലും ആവശ്യങ്ങളുടെ മുമ്പിലോ കടഭാരത്തിലോ ആയിരിക്കുന്നെങ്കിൽ അതിന് നല്ലവരെ വിടുവിച്ച് കർത്താവെ നിന്റെ ആ നന്മയിലേക്ക് അനുഗ്രഹത്തിലേക്ക് അവരെ കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.